ഇന്ന് രാവിലെ നമ്മൾ 11 മണിക്ക് കോസ്റ്റ് ഗാർഡുമായിട്ട് വേറെ ഒരു അത്യാവശ്യ കാര്യത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനിൽ നിന്നും 2 കപ്പലുകൾ ഈ രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടെന്ന വിവരം നമ്മളെ അറിയിക്കുകയുണ്ടായി. അപ്പം കോസ്റ്റ് ഗാർഡ് കൊച്ചി സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട അവസരത്തിൽ വാൻ ഹൈ 503 എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ കപ്പൽ, അത് ഏകദേശം 269 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള കപ്പലാണ്. 92 94 86 2 IMO നമ്പർ, കോൾ സൈൻ S6AV2 ആണ്. കൊളംബോയിൽ നിന്നും ബോംബെക്ക് അടുത്തുള്ള നവാഷേവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ്. അതിലുള്ള ക്രൂ 22 ക്രൂ ആണ്. പ്രാഥമിക ഇൻഫോർമേഷൻസിൽ നമുക്ക് ഇന്ത്യക്കാരും തന്നെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ക്രൂവിൻ്റെ അകത്ത് ചൈനീസും മ്യാൻമാറും ഇന്തോനേഷ്യനും അതേപോലെ തായ്ലാൻഡിലുള്ള മൊത്തം 22 പേരാണുള്ളത്. ഏകദേശം നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിൽ നിന്നും 230 ഡിഗ്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം ഉണ്ടായത്. അതിന് നമ്മൾ പൊസിഷൻ എന്ന് പറയുമ്പം 11 ഡിഗ്രി 32 മിനിറ്റ് നോർത്തും 74 ഡിഗ്രി 37.8 ഈസ്റ്റും ആണ് ഈ പൊസിഷൻ. ഒന്നുകൂടി ഞാൻ പറയാം, 11 ഡിഗ്രി 32 മിനിറ്റ് നോർത്തും 74 ഡിഗ്രി 37.8 ഈസ്റ്റുമാണ്. ഈ 269 മീറ്റർ നീളമുള്ള വാൻ ഹൈ 503 എന്ന് പറയുന്ന കപ്പലിൽ അതിൻ്റെ ചരക്കുകളിൽ 4 ടൈപ്പിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്. സാധാരണ എല്ലാ കണ്ടെയ്നറുകളിലും കപ്പലുകളിലും ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ഗുഡ്സുകൾ ഉണ്ടാവും. അതിന് ക്ലാസ് 3, ക്ലാസ് 4.1, 4.2, അതേപോലെ തന്നെ 6.1 ആണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി പറയുകയാണെങ്കിൽ ക്ലാസ് 3 എന്ന് പറയുന്നത് IMDG എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് ആണ്. അതിൽ ക്ലാസ് 3 എന്ന് പറയുന്നത് തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളാണ്, അതായത് ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ്. അതേപോലെ ക്ലാസ് 4.1 എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ സോളിഡ് ആണ്, അതായത് തീപിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കളാണ്. തനിയെ തീപിടിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളാണ് സ്പോണ്ടാനിയസ് കമ്പഷൻ ചെയ്യുന്ന സബ്സ്റ്റൻസ്, അത് ക്ലാസ് 4.2-ലാണ്. അപകടം ഉണ്ടാകുന്ന വിഷാംശമുള്ള സബ്സ്റ്റൻസിന് പൊതുവെ നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുക, അത് ക്ലാസ് 6 ആണ്. അപ്പം ക്ലാസ് 3 ഞാൻ പറഞ്ഞു, ക്ലാസ് 4.1 പറഞ്ഞു, 4.2 പറഞ്ഞു, അതേപോലെ ക്ലാസ് 6 പറഞ്ഞു. അപ്പോൾ ഈ മൊത്തം കണ്ടെയ്നറുകളിൽ ഈ പറഞ്ഞ 4 ടൈപ്പ് കാർഗോസും കൂടി ഉണ്ട്. അപ്പം ഈ IMDG കാർഗോസിന് ഡേഞ്ചറസ് ഗുഡ്സ് കാർഗോ എന്നാണ് പറയുന്നത്. നമ്മൾ കേരള മാരിടൈം ബോർഡ് ചെയർമാനും അതേപോലെ തന്നെ കേരള മാരിടൈം ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പോർട്ടും അതേപോലെ തന്നെ അഴീക്കലുള്ള ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ കോസ്റ്റ് ഗാർഡുമായിട്ട് നമ്മൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ വീക്ഷിച്ച് വരികയാണ്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോസ്റ്റ് ഗാർഡുമായിട്ട് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ അത് ബേപ്പൂരാണ്. അപ്പം ബേപ്പൂർ നമ്മൾക്ക് കേരള മാരിടൈം ബോർഡിൻ്റെ പോർട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ബേപ്പൂർ പോർട്ടിനെ റെഡിയാക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.